ഇതുപോലുള്ള കഥകൾക്കായി NKS ഓഡിയോ ബുക്സ് എന്ന ഈ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഭോജരാജാവ് വീണ്ടും സിംഹാസനാരോഹണത്തിന് ശ്രമിച്ചു. അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് സിംഹാസനത്തിലെ 16ാമത്തെ പ്രതിമ സ്വപ്നമായി കഥ പറഞ്ഞു തുടങ്ങി. വിക്രമാദിത്യ മഹാരാജാവിൻ്റെ 6 മാസക്കാലം വനത്തിൽ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു വിക്രമാദിത്യനും ഭട്ടിയും. ഇടയിൽ ഒരിടത്ത് വച്ച് വഴി രണ്ടായി പിരിയുന്നു. ഓരോ വഴിയിലേക്കും ചൂണ്ടുപലകകൾ ഉണ്ടായിരുന്നു. അതിലൊന്നിൽ വിശ്വരഞ്ജിതപുരമെന്നും രണ്ടാമത്തേതിൽ നാഗനഗരമെന്നും എഴുതിയിരുന്നു. ഭട്ടി, ഇതിലേത് നഗരമായിരിക്കും കൂടുതൽ മനോഹരം? വിക്രമാദിത്യൻ ചോദിച്ചു. ഭട്ടി ചുറ്റും നോക്കി. അവിടെ ഒരു വ്യാപാരി വിശ്രമിക്കുന്നുണ്ടായിരുന്നു. ഭട്ടി അയാളോട് വിവരങ്ങൾ തിരക്കി. അയാൾ പറഞ്ഞു, 2 സ്ഥലവും കാണാൻ അതിമനോഹരമാണ്. എന്നാൽ ഈ സ്ഥലങ്ങളുടെ പ്രത്യേകത കേവലം കാഴ്ചയിലുള്ള ഭംഗി മാത്രമല്ല. പിന്നെ? ഭട്ടി ആകാംക്ഷയോടെ ചോദിച്ചു. ചിരിച്ചുകൊണ്ട് വ്യാപാരി പറഞ്ഞു, ഇവിടുത്തെ കഥകളാണ് ഏറെ രസകരം. നാഗനഗരത്തിൽ അതിസുന്ദരികളായ 2 ദാസി സ്ത്രീകളുണ്ട്. തമ്മിൽ കണ്ടാൽ മത്സരമാണ്. രണ്ടാളും കൊട്ടാരം നർത്തകിമാരാണ്. 2 പേരുടെയും പേര് ദീപിക എന്നാണ്. അവരുടെ സ്വഭാവ സവിശേഷതകൾ വെച്ച് അവരിൽ ഒരാളെ അഹങ്കാര ദീപിക എന്നും മറ്റേയാളെ ഗുണദീപിക എന്നുമാണ് നാട്ടുകാർ വിളിക്കുന്നത്. ഒരു രാത്രി ഒപ്പം കഴിയണമെങ്കിൽ 1000 സ്വർണ്ണ നാണയമാണ് ചിലവ്. ഇവിടെ വരുന്ന പണക്കാർ മുഴുവൻ ഇവരെ കാണാൻ വരുന്നവരാ. വ്യാപാരി അർത്ഥം വച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഭട്ടിയും ആ നർമ്മം ആസ്വദിക്കുന്നതായി ഭാവിച്ചു. അപ്പോൾ ഈ വിശ്വരഞ്ജിതപുരം? അതോ, അവിടെ അതിസുന്ദരിയായൊരു രാജകുമാരിയുണ്ട്. മൗനമുദ്ര എന്നാണ് പേര്. പേശാമടന്ത എന്നും വിളിക്കും. ഒരുപാട് രാജാക്കന്മാർ അവളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത്രയ്ക്ക് സുന്ദരിയാണവൾ. അതുകൊണ്ട് തന്നെ അവളെ മോഹിച്ച് വരുന്നവർക്കായി വലിയ പരീക്ഷണങ്ങളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. അതൊക്കെ അതിജീവിച്ച് അവളെ ചെന്ന് കണ്ട് 3 വാക്ക് സംസാരിപ്പിച്ചാൽ അവളെ സ്വന്തമാക്കാം. തോറ്റുപോയാൽ തലമുണ്ടനം ചെയ്ത് പുള്ളി കുത്തി നാട് കടത്തും. ഇതിലെ പോകുന്ന മൊട്ടത്തലയന്മാരെല്ലാം അവിടെ പോയി തോറ്റവരാ. ഇത് കേട്ടപ്പോൾ 2 പേർക്കും കൗതുകമായി. ഭട്ടി വിക്രമാദിത്യനോട് പറഞ്ഞു, പ്രഭോ, ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് അത്യന്തം കൗതുകകരമായ ചില സംഭവങ്ങളാണ് ഈ സ്ഥലങ്ങളിൽ നടക്കുന്നത് എന്ന് തോന്നുന്നു. ഞാൻ വിശ്വരഞ്ജിതപുരത്ത് പോയി പേശാമടന്തയുടെ വിശേഷങ്ങൾ അറിയാം. അങ്ങ് നാഗപുരത്തേക്ക് പോയി നർത്തകികളെ കാണൂ. താമസിയാതെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. വിക്രമാദിത്യൻ സമ്മതിച്ചു. ഇരുവരും ഓരോ സ്ഥലത്തേക്ക് യാത്രയായി. വിക്രമാദിത്യൻ ഒരു വൃദ്ധൻ്റെ വേഷം ധരിച്ച് കൂനിക്കൂടിയാണ് നടന്നിരുന്നത്. അങ്ങനെ അദ്ദേഹം അഹങ്കാര ദീപികയുടെ വീട്ടിലെത്തി. അവളുടെ പരിചാരിക അവിടെ ഉണ്ടായിരുന്നു. എന്തു വേണം? അവർ ചോദിച്ചു. എനിക്ക് നിന്റെ യജമാനത്തിയെയാണ് കാണേണ്ടത്. ഇന്ന് രാത്രി എനിക്ക് അവളോടൊപ്പം കഴിയണം. പരിചാരിക അല്പം അവജ്ഞയോടെ അയാളെ നോക്കി. അവരകത്ത് ചെന്ന് അഹങ്കാര ദീപികയെ വിവരമറിയിച്ചു. പുറത്തു നിൽക്കുന്നത് കൂനനായ ഒരു കിളവനാണെന്നറിഞ്ഞ് അവൾ ദേഷ്യത്തോടെ പുറത്തേക്ക് വന്നു. എന്താ മൂപ്പിലാനെ, കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുമ്പോഴും അത്യാഗ്രഹത്തിന് കുറവൊന്നും ഇല്ലല്ലേ? ഈ ദീപിക എന്താ വഴിയെ പോകുന്നവർക്ക് എല്ലാവർക്കും കിട്ടുന്ന മുതലാണെന്ന് കരുതിയോ? കൊട്ടാരം നർത്തകിയാണ് ഞാൻ. നിങ്ങളെപ്പോലെയുള്ളവർക്ക് എൻ്റെ വീടിൻ്റെ പടി കയറാൻ പോലുമുള്ള അർഹതയില്ല. വിക്രമാദിത്യൻ ചിരിച്ചു. എന്താണാവോ നിൻ്റെ വീട്ടിൽ കയറാനുള്ള മാനദണ്ഡം? എനിക്കുണ്ടോ എന്ന് നോക്കട്ടെ. പണമുണ്ടോ കയ്യിൽ? 1000 പൊൻപണമാണ് എൻ്റെ ഒരു രാത്രിയിലെ വില. വൃദ്ധൻ മിണ്ടിയില്ല. അഹങ്കാര ദീപിക പറഞ്ഞു, ആ, മൂപ്പിലാൻ ചെല്ല്. അധികം നേരം നിന്ന് കാല് കഴിക്കണ്ട. രാത്രിയാവും മുന്നേ വീട് പിടിക്കാൻ നോക്ക്. ഇരുട്ടത്ത് വഴിയിലെങ്ങാനും വീണ് കിടന്ന ചത്തുപോവുകയുള്ളൂ. ആരും കാണില്ല. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല. എന്നെ അപമാനിച്ച് വിട്ടാ നീ അനുഭവിക്കേണ്ടി വരും. വൃദ്ധൻ അവളെ വിരൽ ചൂണ്ടി പറഞ്ഞു. ആ, താൻ എന്താന്ന് വെച്ചാൽ ചെയ്, ഞാൻ അനുഭവിച്ചോളാം. വിക്രമാദിത്യൻ അവിടെ നിന്നും പുറത്തു കിടന്നു. അയാൾ നേരെ ഗുണദീപികയുടെ വീട്ടിലെത്തി. ഒരു വഷളൻ ചിരി ചിരിച്ചുകൊണ്ട് ഗുണദീപികയുടെ പരിചാരകയോട് അയാൾ പറഞ്ഞു, എനിക്കിന്ന് രാത്രി നിന്റെ യജമാനത്തിയെ വേണം. അവളെ വിളിക്ക്. അയാളുടെ വേഷം കണ്ട് പരിചാരിക ഒന്ന് ശങ്കിച്ചു. അവരയാളോട് ചോദിച്ചു, പണം കൊണ്ടുവന്നിട്ടുണ്ടോ? പണമില്ല. ഇത് കേട്ട് പരിചാരിക പുഞ്ചിരിയോടെ അയാളെ നോക്കി. അകത്തേക്കിരുന്നാലും ഞാൻ ആഹാരം വല്ലതും എടുക്കാം. വയ്യെങ്കിൽ ഇവിടെ കിടന്നിട്ട് രാവിലെ പോയാൽ മതി. ഇത് കേട്ട് അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് വേണ്ടത് ഭക്ഷണമല്ല. നീ അകത്ത് ചെന്ന് നിന്റെ യജമാനത്തിയോട് വിവരം പറ. അവർ ശങ്കയോടെ അകത്തേക്ക് പോയി. വിവരമറിഞ്ഞപ്പോൾ ഗുണദീപിക പറഞ്ഞു,
നടന്ന് ക്ഷീണിതനായി വരുന്ന ഒരാൾ ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹം ശ്രേഷ്ഠനായിരിക്കും. അകത്തേക്ക് വിളിക്കൂ, ഞാൻ സംസാരിക്കാം. പരിചാരക വൃദ്ധനെ അകത്തേക്ക് കൊണ്ടുവന്നു. ഗുണദീപിക അദ്ദേഹത്തെ ഉപചാരപൂർവ്വം സ്വീകരിച്ചു. സുന്ദരന്മാരായ അനേകം രാജാക്കന്മാരുടെ കഴുത്തിൽ പ്രണയപൂർവ്വം ചുറ്റിപ്പിടിച്ചിട്ടുള്ള ആ കൈകൾ കൊണ്ട് അവൾ ആ വൃദ്ധനെ താങ്ങിപ്പിടിച്ചു. വൃദ്ധൻ ഒരു ക്ഷയരോഗിയെപ്പോലെ ചുമച്ചു. അവൾ അയാൾക്ക് വെള്ളം കൊണ്ടുവന്നു കൊടുത്തു. അവളുടെ പരിചരണത്തിൽ വിക്രമാദിത്യൻ സന്തുഷ്ടനായി. അവളെ ഒന്ന് പരീക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം പറഞ്ഞു, പ്രിയേ, ഞാൻ വളരെ ദൂരെ നിന്നാണ് വരുന്നത്. വയസ്സാണെങ്കിൽ ഇപ്പോൾ 100-നോടടുത്തു. ക്ഷയരോഗം കൊണ്ട് കഷ്ടപ്പെടുകയാണ്. ഈയിടയ്ക്കാണ് എനിക്കൊരു സ്വപ്ന ദർശനം ഉണ്ടായത്. സ്വപ്നത്തിൽ എൻ്റെ ഉപാസനാമൂർത്തി എന്നോട് വന്ന് പറഞ്ഞു, നാഗപുരത്ത് ദീപിക എന്ന ദാസിസ്ത്രീയോടൊപ്പം ശിഷ്ടകാലം കഴിയുക എന്നതാണ് എൻ്റെ നിയോഗമെന്ന്. നിന്റെ പരിചരണത്താൽ മാത്രമേ എൻ്റെ ഈ അവസാനകാല കഷ്ടതകൾക്ക് അല്പമെങ്കിലും ശമനമുണ്ടാവൂ എന്ന്. അതിനാൽ ഞാൻ നിന്നോടൊപ്പം ഇവിടെ തങ്ങാൻ ആഗ്രഹിക്കുന്നു. ഇനിയുള്ള കാലം നീ എന്നെ പരിചരിച്ച് ജീവിക്കണം. ഇത് കേട്ട് ഗുണദീപികയുടെ പരിചാരക നെറ്റി ചുളിച്ചു. അവർ പറഞ്ഞു, അല്ല, ഇത് ദാസിധർമ്മത്തിനെതിരാണ്. അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അപ്പോഴേക്കും ഗുണദീപിക പരിചാരകയെ തടഞ്ഞു. ദിവ്യനായ ഇദ്ദേഹത്തിൻ്റെ ആരാധനാമൂർത്തി പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. കേവലം മനുഷ്യരായി നമുക്ക് ദൈവവചനങ്ങൾ എതിർക്കാൻ അധികാരമില്ല. ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ആവട്ടെ. അങ്ങനെ ഗുണദീപിക വൃദ്ധൻ്റെ ഭാര്യയായി. അയാളെ പരിചരിച്ച് അവൾ കഴിഞ്ഞുകൂടി. തൻ്റെ അടുത്ത് വന്ന വൃദ്ധനെ ഗുണദീപിക സ്വീകരിച്ചു എന്നറിഞ്ഞപ്പോൾ അഹങ്കാര ദീപിക പുച്ഛത്തോടെ ചിരിച്ചു. പിറ്റേന്ന് ഇക്കാര്യം പറഞ്ഞ് രാജസഭയിൽ ഇരുവരും തമ്മിൽ ചെറിയൊരു വാക്ക് തർക്കമുണ്ടായി. അനുരൂപനായൊരു ഭർത്താവിനെ കിട്ടിയെന്ന് കേട്ടല്ലോ, ആളെങ്ങനെയുണ്ട്? നീ എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട, ഇത് ഞാൻ നോക്കിക്കോളാം. അതെങ്ങനെ? ദാസീധർമ്മത്തിനെതിരായി നീ പ്രവർത്തിക്കുന്നത് ഞങ്ങൾക്കെല്ലാം അപമാനമാണ്. ഇതിൽ ഇടപെടാതിരിക്കാനാവില്ല. ഇതെൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. ദാസീധർമ്മവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം ഒരു ദിവ്യനാണ്. എന്നോടൊരു സഹായം ചോദിച്ചു, ഞാനത് ചെയ്യുന്നു, അത്രമാത്രം. അതെ, ആ ദിവ്യനെ ഞാൻ കണ്ടിരുന്നു. കൂനിക്കൂടി നടക്കുന്ന ചാവാറായ ഒരു കിളവൻ. അദ്ദേഹത്തെപ്പറ്റി ഇനിയൊരു അക്ഷരം മിണ്ടിയാൽ, ഗുണദീപിക താക്കീത് പോലെ പറഞ്ഞു. അപ്പോഴേക്കും മഹാരാജാവ് ധർമ്മപാലൻ അവിടെ എത്തി. ഉടനെ ഇരുവരും മിണ്ടാതെയായി. ഗുണദീപിക ഉടനെ തന്നെ സഭയിൽ അപമര്യാദയായി പെരുമാറിയതിന് അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞു. അത് കണ്ട് അഹങ്കാര ദീപികയും രാജാവിനോട് മാപ്പ് പറഞ്ഞു. ഒപ്പം കയ്യിലുള്ള ഒരു കിഴി സ്വർണ്ണ നാണയങ്ങൾ പ്രായശ്ചിത്തമായി അദ്ദേഹത്തിന് മുന്നിൽ കാഴ്ചവെച്ചു. ഇത് കണ്ട് ഗുണദീപികയ്ക്ക് വിഷമമായി. അവളുടെ പക്കൽ ഇത്രയും ധനമുണ്ടായിരുന്നില്ല. അവൾ വിവരം വൃദ്ധനായ തൻ്റെ ഭർത്താവിനെ അറിയിച്ചു. താടി തടവിക്കൊണ്ട് വൃദ്ധൻ പറഞ്ഞു, സാരമില്ല, നീ ഉറങ്ങിക്കോ. നാളെ രാവിലത്തേക്ക് പരിഹാരമുണ്ടാക്കാം. ഗുണദീപിക അത്ഭുതത്തോടെ അയാളെ നോക്കി. ഒരാശ്വാസത്തിന് വേണ്ടി മാത്രം അവൾ തൻ്റെ ഭർത്താവിനോട് വിവരങ്ങൾ പറഞ്ഞതാണ്. എങ്ങനെയാണ് അയാൾ രാവിലെ പരിഹാരമുണ്ടാക്കുന്നത് എന്നറിയാൻ അവൾക്ക് കൗതുകമായി. അന്ന് രാത്രി വിക്രമാദിത്യൻ വേതാളത്തെ വിളിച്ചു വരുത്തി. ലോകത്ത് ലഭ്യമായതിൽ വെച്ച് അമൂല്യമായ രത്നങ്ങൾ തുന്നിപ്പിടിപ്പിച്ച ഒരു മാലയുണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. വേതാളം നിഷ്പ്രയാസം അത് ചെയ്തു. പിറ്റേന്ന് വൃദ്ധനാ മാല ഗുണദീപികയെ ഏൽപ്പിച്ചു. പ്രിയേ, എൻ്റെ ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യവും ചേർത്ത് ഉണ്ടാക്കിയതാണിത്. നിനക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാനല്ലേ സഹായിക്കേണ്ടത്. ഇത് കൊണ്ടുപോയി രാജാവിന് കാഴ്ചവെക്കുക. ഗുണദീപിക അത്ഭുതത്തോടെ ആ മാല വാങ്ങി. അവൾ അത് രാജാവിൻ്റെ മുന്നിൽ കാഴ്ചവെച്ചു. രാജാവ് ഖജനാവ് സൂക്ഷിപ്പുകാരെ വിളിച്ച് മാലയുടെ വില മതിക്കാൻ പറഞ്ഞു. മാല വാങ്ങി സസൂക്ഷ്മം പരിശോധിച്ച ശേഷം അവരിൽ ഏറ്റവും പ്രഗത്ഭനായ ആൾ പറഞ്ഞു, പ്രഭു, ഇത് ലോകത്ത് ഏറ്റവും അമൂല്യമായ രത്നങ്ങൾ തുന്നിച്ചേർത്ത മാലയാണ്. ഇതിൻ്റെ വില മതിക്കാൻ അടിയന് കഴിയില്ല. ഇവിടെയുള്ള മുഴുവൻ ധനവും ഒന്നിച്ചു ചേർത്താലും ഈ ഒരു മാലയ്ക്ക് പകരമാവില്ല. ഇത് കേട്ട് ധർമ്മപാലൻ്റെ മുഖം തെളിഞ്ഞു. അപ്പോഴേക്കും അഹങ്കാര ദീപിക അവിടെ എത്തി. തലേ ദിവസം നാണം കെട്ടി ഇറങ്ങിപ്പോയ ഗുണദീപിക ഇപ്പോൾ രാജാവിൻ്റെ അരികിൽ അഭിമാനത്തോടെ നിൽക്കുന്നത് കണ്ട അവൾ അത്ഭുതപ്പെട്ടുപോയി. വിവരങ്ങൾ അറിഞ്ഞപ്പോൾ അസൂയയോടെ അവൾ ഗുണദീപികയെ നോക്കി. ഗുണദീപികയുടെ മുന്നിൽ താൻ ഒരുപാട് ചെറുതായതുപോലെ അവൾക്ക് തോന്നി. അന്ന് സഭ പിരിയാൻ നേരമായപ്പോൾ അഹങ്കാര ദീപിക അവിടെയുള്ളവരെ മുഴുവൻ തൻ്റെ വീട്ടിൽ വിരുന്നിന് ക്ഷണിച്ചു. ഗുണദീപികയെ ക്ഷണിച്ചില്ല. ആർഭാടമായാണ് അഹങ്കാര ദീപിക ആ ചടങ്ങ് നടത്തിയത്. ഇതറിഞ്ഞ ഗുണദീപിക ആകെ വിഷമത്തിലായി. അതുപോലെ ഒരു ചടങ്ങ് നടത്താനോ എല്ലാവരെയും ക്ഷണിക്കാനോ ഉള്ള വക അവൾക്കില്ല. അവൾ പഴയതുപോലെ ഭർത്താവിനോട് വിഷമം പറഞ്ഞു. നീ വിഷമിക്കണ്ട, നീയും അതുപോലെ തന്നെ എല്ലാവരെയും ക്ഷണിക്കുക. എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ നിവൃത്തി ഉണ്ടാക്കാം.
വൃദ്ധൻ പറഞ്ഞു. അയ്യോ, അതുപോലെ വിരുന്ന് നടത്താനൊന്നും നമുക്ക് കഴിയില്ല. അങ്ങയുടെ ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം മുഴുവനും നമ്മൾ രാജാവിന് കാഴ്ചവെച്ച് കഴിഞ്ഞു. ഇതുപോലെ ഒരു വിരുന്ന് നടത്താൻ പാകത്തിന് ഇനി എന്താണ് അങ്ങയുടെ കയ്യിലുള്ളത്? ഇത് നമുക്ക് മറക്കാം. ഗുണദീപിക പറഞ്ഞു. ഏയ്, നീ ഞാൻ പറയുന്നത് കേട്ടാൽ മതി. നാളെ തന്നെ എല്ലാവരെയും വിളിക്കുക. ബാക്കി ഞാൻ നോക്കിക്കോളാം. ഗുണദീപിക വിഷമത്തിലായി. അവൾ പിറ്റേന്ന് രാജസഭയിൽ വിഷയം അവതരിപ്പിച്ചു. അടിയൻ്റെ ഭവനത്തിൽ എല്ലാവർക്കുമായൊരു വിരുന്നൊരുക്കുന്നുണ്ട്. മുൻപ് നടന്ന വിരുന്ന് പോലെ അത്ര ആർഭാടമായിരിക്കില്ല. എങ്കിലും അടിയന് കഴിയുന്നത് പോലെ അടിയൻ ചെയ്യുന്നു. എല്ലാവരും വരണം. ഇത് കേട്ട് രാജാവ് പറഞ്ഞു. ഗുണദീപിക, വിരുന്ന് നടത്തുന്നതൊക്കെ കൊള്ളാം. പക്ഷെ നീയൊരു കാര്യം ശ്രദ്ധിക്കണം. രാജാവിന് വിരുന്ന് നടത്താനായി ഗുണദീപിക സ്വത്തുക്കൾ മുഴുവൻ നശിപ്പിച്ചു എന്ന് നാട്ടുകാർ പറയാൻ ഇടവരരുത്. ഗുണദീപിക വിഷമത്തോടെ തലയാട്ടി. അവൾ വിവരം ഭർത്താവിനെ അറിയിച്ചു. വൃദ്ധവേഷധാരിയായ വിക്രമാദിത്യൻ ഒന്നും പറഞ്ഞില്ല. വിരുന്നിൻ്റെ സമയം അടുക്കുംതോറും അവൾക്ക് പരിഭ്രമമേറി. അന്ന് രാത്രി അവൾ വളരെ സങ്കടത്തോടെ ഭർത്താവിനെ നോക്കി. ഇതുവരേക്കും ഒന്നും തയ്യാറായിട്ടില്ല. അതിൻ്റെ പരിഭ്രമം അവളുടെ മുഖത്തുണ്ടായിരുന്നു. നീ ധൈര്യമായി ഉറങ്ങിക്കോ. നാളത്തേക്ക് ഞാൻ എല്ലാം ശരിയാക്കും, വിക്രമാദിത്യൻ പറഞ്ഞു. അവൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം വേതാളത്തെ വിളിച്ചു വരുത്തി. ഇന്ന് രാത്രി നിനക്ക് ഒരുപാട് ജോലിയുണ്ട്. കൊട്ടാരം മുതൽ ഇവിടെ വരെയുള്ള വഴികൾ അലങ്കരിക്കണം. നിലത്ത് പഞ്ചസാര മണൽ വിരിക്കണം. അതിഥികളെ സ്വീകരിക്കാൻ ചലിക്കുന്ന പ്രതിമകൾ വേണം. വാദ്യമേളങ്ങളും നൃത്തവും മറ്റു കലാപരിപാടികളും വേണം. ഭക്ഷണത്തിൻ്റെ കാര്യവും അതുപോലെ തന്നെ. രാജ്യം മുഴുവനും വിളമ്പാനുള്ള വിഭവങ്ങൾ ഉണ്ടാവണം. വേതാളം എല്ലാം സമ്മതിച്ചു. പിറ്റേന്നത്തെ കാഴ്ച മഹാരാജാവിനെ പോലും അതിശയിപ്പിച്ചു. ഇത്ര മനോഹരമായി രാജ്യത്തെ വീഥികൾ അലങ്കരിക്കാമെന്ന് രാജാവ് പോലും ചിന്തിച്ചിരുന്നില്ല. ഗുണദീപികയുടെ കലാബോധം അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. സംഗീതവും നൃത്തവും കൊണ്ട് ഓരോ തെരുവുകളും മുഖരിതമായി. ഗുണദീപിക മഹാരാജാവിനെയും പരിവാരങ്ങളെയും ഉപചാരപൂർവ്വം സ്വീകരിച്ചു. വിരുന്ന് സൽക്കാരങ്ങൾ കഴിഞ്ഞ് രത്നങ്ങൾ പതിച്ച ഒരു സിംഹാസനം അദ്ദേഹത്തിന് സമ്മാനവും കൊടുത്തുകൊണ്ടാണ് ഗുണദീപിക രാജാവിനെ പറഞ്ഞയച്ചത്. തൻ്റെ ഭർത്താവ് ദിവ്യനായ ആരോ ആണെന്നും അദ്ദേഹത്തിന് കഴിയാത്തതായി ഈ ലോകത്തൊന്നും തന്നെ ഇല്ല എന്നും അവൾ മനസ്സിലാക്കി. ഗുണദീപികയുടെ മുന്നിൽ താൻ പാതാളത്തോളം താഴ്ന്നു പോകുന്നതായി അഹങ്കാരദീപികയ്ക്ക് തോന്നി. തൻ്റെ പ്രതാപം വീണ്ടെടുക്കാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് അവൾ കുഴങ്ങി. വൃദ്ധനായ ഗുണദീപികയുടെ ഭർത്താവിന് കഴിയാത്ത ഒരു ഉദ്യമം കണ്ടെത്താൻ അവൾ തീരുമാനിച്ചു. പിറ്റേന്ന് അഹങ്കാരദീപിക രാജസഭയിൽ ഒരു വെല്ലുവിളി ഉയർത്തി. വിശ്വരഞ്ജിതപുരം എന്ന നമ്മുടെ അയൽ രാജ്യത്ത് മൗനമുദ്ര എന്നൊരു രാജകുമാരിയുണ്ട്. അതിസുന്ദരിയാണവൾ. പക്ഷേ അവളെ വിവാഹം കഴിക്കുക എന്നത് സാഹസികരായ പുരുഷന്മാർക്ക് പോലും കഴിയാത്ത ഒന്നാണല്ലോ. അടിയൻ്റെ ഭർത്താവ് ഈ ഉദ്യമം ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹം വിജയശ്രീലാളിതനായി തിരികെ വരുമ്പോൾ ഗുണദീപിക എൻ്റെ അടിമയായി നിൽക്കണം. സദസ്സിലുള്ളവർക്കെല്ലാം ഇത് കേട്ടതോടെ ആകാംക്ഷയായി. ഗുണദീപിക ഒന്നും മിണ്ടിയില്ല. അഹങ്കാര ദീപികയോടൊപ്പം ആശ്രിതനെ പോലെ ഒരാൾ താമസിക്കുന്നുണ്ടായിരുന്നു. അയാളെയാണ് അവർ ഭർത്താവ് എന്ന് വിശേഷിപ്പിച്ചത്. ഭർത്താവ് ഉണ്ടാവുക എന്നത് ദാസീധർമ്മത്തിനെതിരായതിനാൽ അതുവരെ അവൾ അങ്ങനെ അയാളെ പരിഗണിച്ചിരുന്നില്ല. അഹങ്കാര ദീപിക തൻ്റെ ഭർത്താവിനോട് വിവരം പറഞ്ഞു. അതോടെ അയാൾ ആകെ പരിഭ്രമത്തിലായി. അയ്യോ, അതൊന്നും നടക്കുന്ന കാര്യമല്ല. എത്രയോ വീരന്മാർ പോയി പരാജിതരായ സ്ഥലമാണത്. ചിലർക്ക് ജീവൻ പോലും നഷ്ടപ്പെട്ടതായി കേട്ടിട്ടുണ്ട്, അയാൾ പറഞ്ഞു. പക്ഷേ ഇതൊക്കെ കേട്ടിട്ടും അഹങ്കാര ദീപിക സമ്മതിച്ചില്ല. ഒരു പെണ്ണിനെ പിടിച്ചുകൊണ്ടുവരാൻ പോലും പറ്റാത്ത നിങ്ങളെയൊക്കെയാണല്ലോ ഞാൻ ഭർത്താവായി കൊണ്ടു നടക്കുന്നത്. നിങ്ങൾക്കിത് പറയാൻ നാണമില്ലേ? ദീപിക, നീ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ. എനിക്കതിനുള്ള കഴിവില്ല. അയാൾ എന്തൊക്കെ പറഞ്ഞിട്ടും ഒടുവിൽ അഹങ്കാര ദീപിക അയാളെ വിശ്വരഞ്ജിതപുരത്തേക്ക് പറഞ്ഞയക്കുക തന്നെ ചെയ്തു. ഭയത്തോടെ അയാൾ അവളെ അനുസരിച്ചു. അങ്ങനെ അയാൾ മൗനമുദ്ര താമസിക്കുന്ന ആ വലിയ കോട്ടയ്ക്കടുത്തെത്തി. അവിടെ ഒരു വലിയ മണി തൂക്കിയിരുന്നു. അയാൾ ആ മണി മുഴക്കി. ഉടനെ തന്നെ 2 സൈനികർ അങ്ങോട്ട് വന്നു. തൻ്റെ കയ്യിലുള്ള 1000 പൊൻപണമടങ്ങിയ സഞ്ചി അയാൾ അവരെ ഏൽപ്പിച്ചു. അവരദ്ദേഹത്തെ നിരവധി വിഭവങ്ങൾ നിറഞ്ഞ ഒരു തീന്മേശയ്ക്കരികിലെത്തിച്ചു. അവിടെ നിന്നും യഥേഷ്ടം ഭക്ഷണം കഴിച്ച് അയാൾ അകത്തേക്ക് കടന്നു. പെട്ടെന്ന് അവിടെ 3 മരപ്പാവകൾ പ്രത്യക്ഷരായി. ഒരു പാവ അയാളെ പിടിച്ചൊരു കസേരയിലിരുത്തി. 2ാമത്തെ പാവ അയാളുടെ തല മുണ്ടനം ചെയ്തു. 3ാമത്തെ പാവ അയാളെ വലിച്ചിഴച്ച് കോട്ടയ്ക്ക് പുറത്തു കൊണ്ടുചെന്നിട്ടു. പരാജിതനായ അയാൾ തലയിൽ മുണ്ടിട്ട് അഹങ്കാര ദീപികയുടെ വീട്ടിൽ തിരിച്ചെത്തി. വിവരങ്ങളെല്ലാം അയാൾ അവളെ ധരിപ്പിച്ചു. അഹങ്കാര ദീപികയ്ക്ക് ആകെ വിഷമമായി. എങ്ങനെയാണ് ഈ വിവരം കൊട്ടാരത്തിൽ പോയി പറയുക എന്ന് അവൾ ചിന്തിച്ചു. എന്തായാലും ചെറുപ്പക്കാരനായ ഇദ്ദേഹത്തിന് കഴിയാത്തൊരു കാര്യം കിളവനായ ഗുണദീപികയുടെ ഭർത്താവിന് ഒരിക്കലും കഴിയില്ല എന്നവൾ ഉറപ്പിച്ചു.
പിറ്റേന്ന് തന്നെ അവൾ രാജസന്നിധിയിലെത്തി രാജാവിനെ കണ്ട് വിവരങ്ങൾ ധരിപ്പിച്ചു. പ്രഭോ, ഈ ഉദ്യമത്തിൽ എൻ്റെ ഭർത്താവ് പരാജിതനായിരിക്കുന്നു. എന്നാൽ പരീക്ഷണം പകുതി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഗുണദീപികയുടെ ഭർത്താവ് കൂടി ഇതേ ശ്രമം നടത്തണം. ദിവ്യനായ അദ്ദേഹം ഈ പന്തയത്തിൽ വിജയിച്ചാൽ ഞാൻ ഗുണദീപികയുടെ അടിമയാവാം. ഇത് കേട്ടതോടെ സഭയിൽ മുറുമുറുപ്പുകൾ തുടങ്ങി. ഗുണദീപികയുടെ ഭർത്താവിനെപ്പറ്റി ആ വിരുന്ന് സൽക്കാരത്തോടെ എല്ലാവരും അറിഞ്ഞതാണ്. അയാൾക്കിത് കഴിയുമെന്ന് സഭയിലുള്ളവർ ഒന്നടങ്കം പറഞ്ഞു. എന്നാൽ ഗുണദീപിക ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അവൾ പറഞ്ഞു, ക്ഷമിക്കണം പ്രഭു, അദ്ദേഹത്തിന് വയസ്സായി. അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അപകടത്തിലേക്ക് തള്ളിവിടാൻ എനിക്കാവില്ല. ദയവായി ഇത്തരം മത്സരങ്ങളിൽ നിന്നും എന്നെ ഒഴിവാക്കണം. ഇത് കേട്ട് മഹാരാജാവ് പറഞ്ഞു, ഗുണദീപിക, നീ ഭയപ്പെടണ്ട. നിങ്ങൾ തമ്മിലുള്ള മത്സരങ്ങളിലെല്ലാം നീയാണ് മികച്ചു നിൽക്കുന്നത്. ഇതിലും അങ്ങനെ തന്നെയായിരിക്കും. വെല്ലുവിളി ഏറ്റെടുക്കുക. മഹാരാജാവിൻ്റെ ആജ്ഞ അവൾക്ക് തള്ളിക്കളയാനായില്ല. അവൾ ആകെ പരിങ്ങലിലായി. ദിവ്യനായ തൻ്റെ ഭർത്താവ് ഉറപ്പായും ഈ മത്സരത്തിൽ വിജയിക്കുമെന്ന് അവൾ കരുതി. വൈകാതെ അവൾ വെല്ലുവിളി ഏറ്റെടുത്തു. വീട്ടിലെത്തിയ ഉടനെ തന്നെ അവൾ വൃദ്ധനെ വിവരമറിയിച്ചു. കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന ഞാൻ ഈ സാഹസത്തിന് മുതിരണോ ദീപികെ? 10 കോട്ടകൾക്കുള്ളിലായാണ് ഈ സുന്ദരി താമസിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അഹങ്കാര ദീപികയുടെ ഭർത്താവിന് ഒരു കോട്ട പോലും കടക്കാനായില്ലല്ലോ. ആ സ്ഥിതിക്ക് ഞാൻ... അങ്ങേക്കതിന് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങ് പോയി വരുന്നതുവരെ ഭദ്രകാളി ദേവിയുടെ തിരുനടയിലിരുന്ന് ഞാൻ പ്രാർത്ഥിക്കും. ദേവി നമ്മളെ കൈവിടില്ല. മഹാരാജാവിൻ്റെ പ്രീതി നിലനിർത്തുക എന്നതാണ് ഈ എളിയ ദാസിയുടെ ചുമതല. അല്ലാത്ത പക്ഷം ഗുണദീപിക ഒന്നുമല്ലാതാവും. അങ്ങേക്ക് ഒന്ന് ശ്രമിച്ചു നോക്കരുതോ? അവൾ പ്രണയപൂർവ്വം വൃദ്ധൻ്റെ അരികിലിരുന്നു. അവളുടെ കവിളിൽ അധികാരത്തോടെ തൊട്ടുകൊണ്ട് അയാൾ പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. എൻ്റെ ജീവൻ പോലും ഞാൻ തരും. ജയവും പരാജയവും ഒക്കെ ദേവി തീരുമാനിക്കട്ടെ. എൻ്റെ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യാൻ മഹാരാജാവിനോട് പറയൂ. ഒപ്പം 45 ദിവസത്തെ സമയവും ചോദിക്കൂ. ഗുണദീപിക നിറഞ്ഞ കണ്ണുകളോടെ അയാളെ നോക്കി. ഒരു കാര്യം കൂടിയുണ്ട് പ്രഭോ, ഞാനൊരു ദാസിയാണ്. എനിക്ക് ഇതൊന്നും പറയാൻ അർഹതയുണ്ടോ എന്നറിയില്ല. എങ്കിലും ഞാൻ അങ്ങയുടെ ഭാര്യയാണ്. 45 ദിവസത്തിനുള്ളിൽ അങ്ങ് തിരികെ വന്നില്ല എങ്കിൽ അങ്ങ് മരിച്ചതായി ഞാൻ കണക്കാക്കും. എന്നും അങ്ങയോടൊപ്പം ചേർന്നിരിക്കാനായി ഒരു ചിതയൊരുക്കി ഞാനും ഈ ജീവിതം അവസാനിപ്പിക്കും. ഗുണദീപികയുടെ വാക്കുകൾ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. അദ്ദേഹം ഏറെ സ്നേഹത്തോടെ ഗുണദീപികയെ നോക്കി. കഥ നിർത്തി സ്വപ്നമയി ഒരു നിമിഷം മൗനമായി ചിന്തിച്ചു. ഇത് കണ്ട് ഭോജരാജാവ് അസ്വസ്ഥനായി. എന്തുപറ്റി? ഞങ്ങളെല്ലാവരും കഥയിൽ ലയിച്ചിരിക്കുകയായിരുന്നു. രസകരമായ ഭാഗം വരാൻ പോകുന്നതല്ലേ ഉള്ളൂ. ബാക്കി കൂടി പറയൂ. മഹാരാജാവിന് മൗനമുദ്രയെ കാണാനായോ? ഗുണദീപിക മത്സരത്തിൽ ജയിക്കുമോ? അത് അത്ര എളുപ്പം പറഞ്ഞു തീർക്കാൻ പറ്റിയ കഥയല്ല ഭോജരാജാവേ. 10 കോട്ടകൾക്കുള്ളിലാണ് മൗനമുദ്ര ഇരിക്കുന്നത്. 10 കോട്ടവാതിൽക്കലും ബുദ്ധിപരവും കായികപരവുമായ പരീക്ഷണങ്ങളുണ്ട്. ഇതെല്ലാം കടന്ന് അന്തഃപുരത്തിലെത്തിയാലോ? മൗനമുദ്രയെക്കൊണ്ട് 3 വാക്ക് സംസാരിപ്പിക്കണം. അവളെ പരാജയപ്പെടുത്തണം. അവൾ പുരുഷന്മാരോട് സംസാരിക്കുക പോലുമില്ല. പൊന്നുതമ്പുരാൻ മരിച്ചതിന് ശേഷം അമ്മത്തമ്പുരാട്ടിയാണ് അവളെ വളർത്തിയത്. സുന്ദരിയായ ആ രാജകുമാരിക്ക് സകല വേദങ്ങളും ശാസ്ത്രവുമെല്ലാം ഹൃദിസ്ഥമാണ്. ബുദ്ധി സാമർഥ്യത്തിലും ആയോധന കലകളിലും അവളെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല. അപ്പോൾ വിക്രമാദിത്യ മഹാരാജാവ് ഇത്തവണ പരാജയപ്പെടുമോ? ഭോജരാജാവ് ചോദിച്ചു. അത് കേട്ട് സ്വപ്നമായി പൊട്ടിച്ചിരിച്ചു. കഥ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഭോജരാജാവേ, ക്ഷമയോടെ കാത്തിരിക്കൂ. ലോകം ജയിച്ച മഹാരാജാവിൻ്റെ വീരകഥയാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ സ്വന്തം ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായ ഒരു അനുജനും സന്തത സഹചാരിയായി വേതാളവുമില്ലേ. ഇനി വരാൻ പോകുന്നത് ഉദ്വേഗഭരിതമായ നിമിഷങ്ങളാണ്. ക്ഷമയോടെ കാത്തിരിക്കൂ ഭോജരാജാവേ, കഥ തുടരുകയാണ്. ഭോജരാജാവ് ആവേശത്തോടെ സ്വപ്നമയിയെ നോക്കി. അവൾ കഥ തുടർന്നു.